ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ വിവാഹം റദ്ദാക്കിയ കേസിൽ കോടതി ഉത്തരവിട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ ഹാദിയയെ ഹാജരാക്കേണ്ടി വരുമെന്ന് മാതാപിതാക്കളോട് സുപ്രീം കോടതി. കേസുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായ രേഖകൾ സമർപ്പിക്കാൻ ഒരാഴ്ചത്തെ സമയം കോടതി അനുവദിച്ചു. വളരെ ഗുരുതരമായ കേസാണിതെന്ന് പറഞ്ഞ കോടതി NIAയ്ക്കും നോട്ടീസ് അയച്ചു. ഇസ്ലാം മതം സ്വീകരിച്ച ഹാദിയയുടെ വിവാഹം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത ഭർത്താവ് ഷെഫിൻ ജഹാനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ബാഹ്യസമ്മർദ്ദങ്ങൾ മൂലമാണ് ഹാദിയയുടെ മതം മാറ്റമെന്നും വിവാഹം ചെയ്ത ഷെഫിൻ ജഹാൻ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയിലെ അംഗമാണെന്നും കേസ് പരിഗണിക്കവേ ഹാദിയയുടെ മാതാപിതാക്കളോട് അഭിഭാഷകർ ആരോപിച്ചു. ഒരു രേഖയുടെയും പിൻബലമില്ലാത്തതാണ് ഈ ആരോപണമെന്ന് ഷെഫിൻ ജഹാന് വേണ്ടി മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലും ഇന്ദിരാ ജയ്സിംഗും വാദിച്ചു. ആരോപണം തെളിയിക്കാനുള്ള രേഖകളുണ്ടെന്ന് മാതാപിതാക്കളോട് അഭിഭാഷകർ പറഞ്ഞു. തുടർന്ന് ഒരാഴ്ചക്കകം രേഖകൾ സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് JS കെഹാർ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു. ഹാദിയ കുട്ടിയല്ലെന്നും മുതിർന്ന സ്ത്രീയാണെന്നും അവരെ കോടതിയിൽ ഹാജരാക്കിയാൽ ഈ കേസിലെ സത്യാവസ്ഥ ബോധ്യപ്പെടുമെന്നും ഷെഫിൻ ജഹാന്റെ അഭിഭാഷകർ വാദിച്ചു. എന്നാൽ രേഖകൾ പരിശോധിച്ച ശേഷം ഹാദിയയെ ഹാജരാക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് കോടതി പറഞ്ഞു. ഉത്തരവിടുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഹാദിയയെ ഹാജരാക്കേണ്ടി വരുമെന്നും കോടതി മാതാപിതാക്കളെ ഓർമ്മിപ്പിച്ചു. കേസിൽ NIAയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. തുടർന്ന് ഈ മാസം 16 പരിഗണിക്കാനായി കേസ് മാറ്റി. മീഡിയ 1 ഡൽഹി. IS ബന്ധത്തിന്റെ പേരിൽ ആലപ്പുഴയിൽ NIAയുടെ റെയ്ഡ്. കിടങ്ങാംപറമ്പ് സ്വദേശി ഫൈസലിനെ NIA കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ കനകമലയിലെ യോഗവുമായി ബന്ധപ്പെട്ട കേസിലാണ് റെയ്ഡ് നടത്തിയത്. IS ബന്ധത്തിനുള്ള തെളിവുകളടങ്ങിയ CD കളും ഫോണുകളും പിടിച്ചെടുത്തെന്ന് NIA അറിയിച്ചു.